ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ സായാഹ്നത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുവാനും അവിടുത്തെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുവാനുമായി ഈ സായാഹ്നത്തിൽ അങ്ങയുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അങ്ങേ സ്നേഹിക്കുന്ന മക്കളായി ഞങ്ങളെല്ലാവരും എത്തി നിൽക്കുകയാണ്. കർത്താവേ, വിശുദ്ധ കുരിശിനാൽ ഞങ്ങളെ വിശുദ്ധിയോടെ വളർത്തണമേ. വിശുദ്ധ കുരിശിനാൽ ഞങ്ങളെ മുദ്രിതരാക്കണമേ. ചേർന്ന് കുരിശ് വരച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാന മറിയം ദർശനം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹാ വാഗ്ദാനം ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വര പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശതരങ്ങളുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യരുടെ വാർത്ത അറിഞ്ഞിരിക്കുന്ന അടുത്ത പിടാനുഭവം കുരിശുമരണം മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും. അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും. അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും. അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഈ സായാഹ്നത്തെ, ഈ മണിക്കൂറിനെ പൂർണ്ണമായും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും നമ്മൾ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എല്ലാ പ്രാർത്ഥനകളിലും നിറയട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈ ദിവസങ്ങളിൽ നമ്മൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളെയും കർത്താവേ, ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയമങ്ങൾ ഈ ദിവസങ്ങളിലായി ഏകദേശം 55ഓളം ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾക്ക് അങ്ങ് ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സ്നേഹിക്കുന്ന, അങ്ങയെ സ്നേഹിച്ച അമ്മയുടെ സാന്നിധ്യത്തിന് മുമ്പിൽ മക്കളായ ഞങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളെ ഒരിക്കൽ കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിലാണ് നമ്മളെല്ലാവരും. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബലം കിട്ടുകയാണ്. അവിശ്വാസത്തോടെ ആരും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കരുത്. നീ പൂർണ്ണമായ വിശ്വാസത്തോടെ നിനക്കുള്ള ബലവും ആശ്രയവും സംഗീതവും എല്ലാം ലഭിക്കുന്നത് ഇവിടെയാണ് നിന്റെ ആശ്രയം. എത്രയോ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ജീവിതം. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം 1-ാം തിരുവചനം, നിങ്ങളുടെ ഓരോ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ.
നമ്മളെപ്പോഴും കാത്തു പരിപാലിക്കുന്ന തമ്പുരാന്റെ സന്നദ്ധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് 84-ാം സങ്കീർത്തനത്തിന്റെ 10-ാം തിരുവചനം, അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. കർത്താവേ, ഈ ദൈവവചനത്തിന്റെ അഭിഷേകത്തിൽ ശക്തമായ കരത്തിന് കീഴെ ഞങ്ങൾ താഴ്മയോടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഉത്കണ്ഠകളും പ്രാർത്ഥനകളും എല്ലാം കർത്താവേ വിശ്വാസത്തോടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം കരങ്ങൾ വിരിച്ചു പിടിച്ച് ഞങ്ങൾ ഏറ്റുചൊല്ലുന്ന പ്രാർത്ഥനകൾ, ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ വിശ്വാസത്തോടെ നമ്മൾ ഏറ്റുപറയുമ്പോൾ ശരീരത്തിന് മനസ്സിനൊരു ആശ്വാസം ലഭിക്കട്ടെ. നമ്മുടെ എല്ലാ പാപത്തിന്റെ ഭാരങ്ങളും, എല്ലാ മനസ്സിന്റെ ഭാരങ്ങളെല്ലാം ഇറങ്ങിപ്പോകാനായിട്ട്, എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളോ നിരാശകളോ വിഷമതകളോ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവേ, മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന വഴിയായിട്ട് മാറിപ്പോകട്ടെ. കരങ്ങൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ നമ്മൾ ഏറ്റുചൊല്ലുന്നു. കാരുണ്യവാനായ കർത്താവേ, രക്ഷകനായ ഈശോയേ, അങ്ങേ മക്കളായ ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ ഈ സായാഹ്നത്തിൽ അഭിഷേക ആരാധനയിൽ ഒന്ന് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും പരിഗണിക്കാതെ ഞങ്ങളെല്ലാവരെയും സ്വന്തമായി കരുതുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ നിയോഗങ്ങളെ അങ്ങേറ്റെടുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ അങ്ങ് നിറവേറ്റി തരണമേ. വിശ്വാസത്തോടെ സ്നേഹത്തോടെ വിശുദ്ധിയോടെ എല്ലാവരും തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ മനസ്സുകൾക്ക് ബലം നൽകണമേ. ശരീരത്തിന്റെ എല്ലാ അസ്വസ്ഥതകളും നീങ്ങിപ്പോകട്ടെ. മനസ്സിനും ശരീരത്തിനും ഒരു സൗഖ്യം കിട്ടട്ടെ, ആശ്വാസം ലഭിക്കട്ടെ. ഞങ്ങളുടെ പാപത്തിന്റെ മേഖലയിൽ നിന്നും ഒരു വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാടി പ്രാർത്ഥിക്കാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയേ. സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം. യേശുവിനെ കർത്താതി കർത്താവിനെ വിശ്വസിക്കാം. യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം. യേശുവിനെ
കർത്താതി കർത്താവിനെ കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരിലും ഉന്നതനെ കർത്താവേ, ഒരു സന്തോഷം ഉണ്ടാകട്ടെ, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ. സമാധാനത്തോടെ സ്നേഹത്തോടെ എല്ലാ കുടുംബങ്ങളും ഈ സമയം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം, ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യം എല്ലാ കുടുംബങ്ങളും അനുഭവിക്കട്ടെ. യേശുവിനെ ഏറ്റവും പ്രിയനായോനേ സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനേ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനേ സ്നേഹിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും സന്തോഷത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് മക്കൾ എല്ലാവരും. ഈ സമയത്ത് ഒരു കൃപ നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, അഭിഷേകം ഉണ്ടാകട്ടെ. തണുത്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തട്ടെ, ചൂടുപിടിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തളർന്നിരിക്കുന്ന എല്ലാ മനസ്സുകളെ കർത്താവ് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ച് വീണ്ടും കരഘോഷത്തോടെ കരങ്ങളടിച്ച് യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ
പഠിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് എല്ലാ മക്കളെയും സമയത്ത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു അഭിഷേകം നിറയുന്നു. മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും മാറുന്നു. ഭാരങ്ങളെ സമർപ്പിച്ച് രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ വിജയത്തിനെ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതി തോറ്റുപോയി സങ്കടപ്പെടുന്ന മനസ്സിന്റെ സുഖപ്പെടുത്തുന്നു. തടസ്സം, വിവാഹ തടസ്സം, തടസ്സങ്ങള്, തലതിരിപ്പനങ്ങള്, തടസ്സങ്ങള് എല്ലാ മക്കളും യോഗത്തിന്റെ സമർപ്പിക്കുന്നു. മനസ്സിന് ശാന്തി ലഭിക്കാനായിട്ട് നിന്റെ സന്നിധിയിലാണ് എനിക്ക് അഭയവും ആശ്രയവും സങ്കേതവും എല്ലാമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരിലും ഉന്നതനെ ആരിലും കരങ്ങൾ കൂപ്പി ശാന്തമായി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ ഈ അഭിഷേക സായാഹ്ന പ്രാർത്ഥനയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ ആയിരിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. ഇന്ന് രാത്രി നമ്മൾ പാതിരാ കുർബാനയിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ അനുഗ്രഹവും കൃപയും നിറയുന്ന ഒരു സമയമാണ്. നമ്മുടെ ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും നാളുകൾ ഇന്ന് അവസാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അച്ഛനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് അവസാനിക്കുകയാണെന്ന്. അല്ല, ഇത് നിങ്ങൾ തുടരേണ്ട ഒരു കാര്യമാണ്. എന്തെല്ലാം കാര്യമാണോ നിന്റെ ജീവിതത്തിൽ നിന്നും നീ ഉപേക്ഷിച്ചത്, ആ കാര്യങ്ങളെല്ലാം വീണ്ടും, ആ ഉപേക്ഷകളെ വീണ്ടും നീ തുടരാനായിട്ട് ഈശോ തരുന്നൊരു ദിവസമാണിത്. ഒരുപക്ഷെ നിന്റെ മദ്യപാനത്തിന്റെ മേഖലകളെ 25 ദിവസം വേണ്ട, മദ്യപാനം വേണ്ട എന്ന് ഉപേക്ഷിച്ച വ്യക്തി ഇനി തുടർന്നും അതൊരു ജീവിതത്തിന്റെ ഭാഗമാക്കി മദ്യപാനം വേണ്ട, എൻ്റെ കുടുംബത്തെ ഈ നാളുകൾ മുഴുവൻ മദ്യപാനം ഒഴിവാക്കിയ ദിവസങ്ങൾ മുഴുവൻ കുടുംബം മുഴുവൻ സന്തോഷത്തിലായിരുന്നു, ഒരു സമാധാനം കുടുംബത്തിലുണ്ടായിരുന്നു. ഇത് കാണുന്ന കുടുംബനാഥൻ അല്ലെങ്കിൽ മക്കള് ഈ ഒരു കാര്യത്തെ വെറുത്തുപേക്ഷിക്കണം. അതുപോലെ നമ്മുടെ സംസാരത്തിന്റെ മേഖലകള്, കുറ്റം പറയാത്ത, നുണ പറയാത്ത, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ സംസാരങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സംസാരങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളുണ്ടാകട്ടെ. ഇതാണ് ഈ രാത്രിയിൽ നമ്മൾ പാതിരാ കുർബാനയിൽ അല്ലെങ്കിൽ നാളത്തെ ക്രിസ്മസിന്റെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒത്തിരി സന്തോഷം ഉണ്ടാകട്ടെ. ഈശോയുടെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ മുൻകൂട്ടി എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് പള്ളിയിൽ പോകണം. അപ്പനും അമ്മയും മക്കളെല്ലാവരും ഒരുമിച്ച് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം. ഈശോയുടെ ഔണ്ണീശോയുടെ തിരുക്കരങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കും. തിരുക്കരങ്ങളെ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ സന്തോഷം ഉണ്ടാകും. ഈ മദർ ഹോം നിങ്ങൾക്കും ആശംസകൾ നേരുകയാണ്. മദർ ഹോമിലെ പ്രിയപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും ശുശ്രൂഷകരെല്ലാം ക്രിസ്മസിന്റെ ഏറ്റവും സ്നേഹത്തോടെയുള്ള മംഗളങ്ങൾ ആശംസിക്കുകയാണ്. ഈ രാത്രിയിൽ പാതിരാ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മദർ ഹോമിന്റെ ശുശ്രൂഷകളെയും നിയോഗങ്ങളെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ ഈ ക്രിസ്തുമസ് നമുക്ക് ആഘോഷിക്കാം. ആഘോഷം അതിര് കടക്കരുത്. സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, അതിര് കടന്ന് ആഘോഷിക്കരുത്. എല്ലാ കുടുംബാംഗങ്ങളും ഒന്ന് ചേർന്ന് ആഘോഷിക്കണം. ഒരാൾ അവിടെ പോയി, ഒരാൾ ഇവിടെ പോയി, അങ്ങനെ ഒരു ആഘോഷം ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ആഘോഷം ഉണ്ടാകട്ടെ. കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം പോലും നമ്മുടെ കുടുംബത്തിൽ കയറ്റരുത്. അത് പക്ഷേ നിന്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും ചിലപ്പം അതൊരു ദുഃഖവെള്ളി അനുഭവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ക്രിസ്മസ് ആണ്, സന്തോഷത്തിന്റെ ദിവസമാണ്. മദ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ദുശീലങ്ങളെല്ലാം നിങ്ങളുടെ ഭവനത്തിൽ കയറിയാൽ നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്ക് അതൊരു ദുഃഖവെള്ളി അനുഭവമായി മാറും. ഒരിക്കലും കണ്ണ് നിറയരുത്. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കണ്ണുനീര് ഈ ദിവസം വീഴരുത്. ആ ദിവസം
ഏറ്റവും സന്തോഷത്തോടെ, ഒരുമയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ തിരുപ്പിറവി ആഘോഷിക്കാം. അപ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ ഈശോ വന്ന് പിറക്കുന്നത്. സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന കുടുംബങ്ങളിൽ ഈശോ വസിക്കും. ഈശോ വസിക്കാനായിട്ട് ഒരിടം കൊടുക്കണം, ഹൃദയത്തിൽ ഒരു ഇടം കൊടുക്കണം. നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈ പാതിരാ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാം. ഈ അഭിഷേക ആരാധനയ്ക്ക് ശേഷം നമുക്ക് പാതിരാ കുർബാനയിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈശോയുടെ തിരുപ്പിറവി. പക്ഷേ ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഈശോയുടെ കുടുംബം. ഈശോയുടെ കുടുംബത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഈശോയുടെ കുടുംബം നമുക്കറിയാം, അത് തിരുക്കുടുംബമായിരുന്നു. യേശുപിതാവും മാതാവും ഉണ്ണീശോയും അടങ്ങിയ കുടുംബം, തിരുക്കുടുംബം. ആ തിരുക്കുടുംബത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ തിരുക്കുടുംബത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് ധ്യാനിക്കുന്നത് ഈ ദിവസം നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം അനാദിയിലെ തെരഞ്ഞെടുക്കുന്നതാണ് ഓരോ കുടുംബവും. ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ആദം തനിയെ നടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും, ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ദൈവം ആദത്തെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ ദൈവം നോക്കുമ്പോൾ എന്താണ്, എന്തോ ഒരു സങ്കടമുണ്ട് അവന്, അല്ലേ? ഒറ്റയ്ക്ക് നിന്ന് മാനേജ് ചെയ്യാനായിട്ട് അവന് പറ്റുന്നില്ല. അപ്പോൾ വചനം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പോൾ ദൈവം ആദത്തോട് ചേർത്ത് ഹവ്വായും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കുടുംബം സ്ഥാപിക്കുകയാണ്, കുടുംബജീവിതം ആരംഭിക്കുകയാണ്. ഓരോ കുടുംബവും അത് ദൈവം തെരഞ്ഞെടുത്തതാണ്. ദൈവം തെരഞ്ഞെടുക്കുന്ന കുടുംബമാണ് ഈ ഭൂമിയിലുള്ളത്. അപ്പോൾ ദൈവം തെരഞ്ഞെടുക്കുന്ന കുടുംബമായതുകൊണ്ട് ഓരോ കുടുംബവും അത് സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. കുടുംബം സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും. ദൈവദൂതന്മാരും മാലാഖമാരെല്ലാം അനവരതം നിങ്ങൾക്ക് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടും, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ബലം നൽകും. അതുകൊണ്ടാണ് ദൈവത്തോട് ചേർന്ന്, ദൈവവിശ്വാസത്തോട് ചേർന്ന് എല്ലാ കുടുംബങ്ങളും നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. പ്രതിസന്ധികൾ വരും, സങ്കടങ്ങൾ വരും, ചേർന്ന് നിൽക്കണം. നമ്മൾ ചേർന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം കുടുംബത്തിനുണ്ടാകും. ഒരുപാട് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് വഴക്ക് പറയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരും. പക്ഷെ നമ്മൾ ഓടിച്ചെല്ലുന്നത് എങ്ങോട്ടാണ്? മനുഷ്യരിലാണ് ആശ്രയിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെല്ലുന്നത് നമ്മുടെ മനുഷ്യരിലേക്ക് ഓടിച്ചെല്ലുകയാണ്. പരസ്പരം പറഞ്ഞു തീർക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. പല കുടുംബത്തിന്റെ വഴക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ്. പരസ്പരം സംസാരിച്ച് തീർക്കാൻ പറ്റാതെ മറ്റുള്ള മനുഷ്യരെ ആശ്രയിക്കുന്ന തരത്തിലാണ് ഈ കാലഘട്ടം പോകുന്നത്. ഇപ്പൊ ഞാൻ എന്നാ ചെയ്യും, എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞ്, എൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞ് മനുഷ്യരോട് നമ്മൾ പറയുമ്പോൾ എന്നാ ഒഴിവാക്കിയേക്ക്, ഉപേക്ഷിക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകണം. ജീവിത പങ്കാളിയെ മനസ്സിലാക്കാനുള്ള ഒരു കൃപ എല്ലാ കുടുംബങ്ങളിലും വളർന്നു വരണം. ഒരിക്കലും നമ്മൾ ഈ ജീവിത പങ്കാളിയെ അടിമത്തത്തോടെ നമ്മൾ കാണാൻ പാടില്ല. പല ജീവിത പങ്കാളിമാരും അങ്ങനെ ഒരു അടിമത്തത്തിന്റെ അവസരത്തിലേക്ക് എല്ലാ കുടുംബങ്ങളെ കൊണ്ടുവരികയാണ്. ഓരോ ജീവിത പങ്കാളിയും അടിമയാക്കി ഇവിടെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ വഴക്കും അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് കുടുംബത്തിന്റെ സന്തോഷം നശിപ്പിക്കുകയാണ്, മക്കളുടെ സന്തോഷം നശിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആ കുടുംബത്തിൽ ഒരു ജീവിത പങ്കാളിക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ കുടുംബങ്ങളും സന്തോഷത്തിൽ വരണം. കാരണം കുടുംബത്തിലാണ് ഈശോ വളർന്നത്. ഈശോ വളർന്നത് കുടുംബത്തിലാണ്. ഈശോ വളരുന്നതാണ്, ഈശോ വളരുന്ന സഭയാണ് ഗാർഹിക സഭ. നമുക്കറിയാം, ഈശോ വളരുന്നു, ഈശോ വളരണം കുടുംബത്തിൽ. ഈശോ വളരണമെങ്കിൽ ആ കുടുംബത്തിലൊരു സന്തോഷം ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. അവൻ കോലാഹലങ്ങളുടെയോ ഒന്നും ദൈവമൊന്നുമല്ല. അവൻ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ദൈവമാണ്, ദൈവപുത്രൻ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിറയട്ടെ. എല്ലാ കുടുംബങ്ങളും ദൈവാശ്രയ ബോധത്തിൽ വളർന്നു വരട്ടെ. പരസ്പര സ്നേഹം ഉണ്ടാകട്ടെ. ഈ പരസ്പര സ്നേഹം ഉണ്ടാകാതെ വരുമ്പോൾ മറ്റു സ്നേഹങ്ങളിലേക്ക് പോവാണ്. കാരണം എൻ്റെ കുടുംബത്തിൽ എനിക്ക് സ്നേഹം കിട്ടുന്നില്ല. ആരെങ്കിലും ഒരു സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവാണ്, ആ സ്നേഹത്തിന്റെ പിന്നാലെ പോവാണ്. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹത്തിലുണ്ടാകണം. പരസ്പരം സ്നേഹിച്ച് പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കണം. ഈ അവസരത്തിൽ നമ്മൾ ഒരുപാട് കേട്ട ഒരു കഥയുണ്ടല്ലോ, മണ്ണാങ്കട്ടയുടെയും കരികിലേയുടെ കഥ.
അച്ഛൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ആ കഥ അറിയത്തുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ആ കഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രകാരമല്ലേ, ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരാൾ സഹായിക്കുന്നു. കാറ്റ് വന്നപ്പോൾ മണ്ണാങ്കട്ടിയും, മഴ വന്നപ്പോൾ കരികിലയും സഹായിച്ചതുപോലെ അങ്ങനെ ചില പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകുമ്പോൾ ചേർന്ന് നിൽക്കാനായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്തൊരു ബലമാണ് ഒരു ജീവിത പങ്കാളിക്ക് കിട്ടുന്നത്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ സങ്കടപ്പെടേണ്ട, നിനക്ക് എന്ത് സങ്കടം ഉണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും നിന്റെ കൂടെ തളരാതെ ഞാനുണ്ട്. അതൊരു ബലമാണ് ഒരു ജീവിത പങ്കാളിക്ക് കിട്ടുന്നത്, ഏറ്റവും വലിയ ബലമാണത്. ഈ തിരുക്കുടുംബത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയൊരു ബലം അതാണ്. ഈശോയ്ക്ക് പ്രസവിക്കാനുള്ള സമയമായി. സത്രങ്ങളെല്ലാം അടച്ചു അവരുടെ മുമ്പിൽ. സത്രമൊന്നുമില്ല ആ കാലഘട്ടത്തിൽ. കണക്കെഴുത്തിന്റെ ആ ഒരു അവസരത്തിൽ എല്ലാ സത്രങ്ങളും എല്ലാവരും ഇടം പിടിച്ചു. പക്ഷെ ഇവർക്കൊരു ഇടം കിട്ടിയില്ല. യോസേപ്പിതാവ് അന്വേഷിച്ച് നടക്കുകയാണ്. സത്രം അന്വേഷിച്ച് നടക്കുമ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടാകാം, കുഴപ്പമില്ല, എവിടെയാണെങ്കിലും സാരമില്ല. ജീവിത പങ്കാളിയോട് ചേർന്ന് നിന്നു, ജീവിത പങ്കാളിയുടെ പ്രതിസന്ധിയോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മ, വിശുദ്ധ യോസേപ്പിതാവ് അവർ ചേർന്ന് നിന്ന പോലെ പരസ്പരം ചേർന്ന് നിൽക്കാനായിട്ട് ഇവരുടെ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിട്ട് നമ്മൾ കാണുന്നില്ല. ദൈവത്തിന്റെ ജന്മം മാത്രമായിരിക്കും ഒരു സന്തോഷം. പക്ഷെ അതിനു മുമ്പെല്ലാം സങ്കടങ്ങളായിരുന്നു. ദൈവം എന്താണോ വിളമ്പിക്കൊടുത്തത് അവരുടെ ജീവിതത്തിൽ, ആ ഒരു തിരുക്കുടുംബത്തിൽ ദൈവം എന്താണോ വിളമ്പിക്കൊടുത്തത് അതിനെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് പറ്റി. ദൈവത്തിന് അറിയിപ്പ് കൊടുക്കുന്നുണ്ട്, മാതാവിന് അറിയിപ്പ് കൊടുക്കുന്നുണ്ട്. മാതാവിന് അറിയിപ്പ് കൊടുക്കുമ്പോൾ മാതാവ് അസ്വസ്ഥയാകുന്നുണ്ട്. കാരണം എന്തെല്ലാം ചിന്തകളാണ് മറിയത്തിന്റെ ആ ഒരു മനസ്സിൽ കൂടെ പോകുന്നത്, അല്ലേ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ? പരിശുദ്ധാത്മാ ഗർഭിണിയായി കാണപ്പെടുന്നതെല്ലാം വിശ്വസിക്കുവോ? അയൽക്കാർ എന്നാ പറയും? ഇപ്പൊ യഹൂദര് അവരുടെ നിയമം അനുസരിച്ച് എന്നെ കല്ലെറിയാൻ വേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് സങ്കടങ്ങളുടെ പരിശുദ്ധ അമ്മ കടന്നുപോയി. ആ സങ്കടങ്ങൾ നടുവിലും വചനം പറഞ്ഞതുപോലെ ലൂക്കായുടെ സുവിശേഷം 1:38, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിൽ നിറവേറട്ടെ. നീ എന്താണോ എനിക്ക് വചനം തരുന്നത്, നീ എന്താണോ എനിക്ക് സ്വരമായിട്ട് തരുന്നത്, അതിനെ സ്വീകരിക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റി. യേശുപിതാവിന് അപ്രകാരമല്ലേ? ജീവിത പങ്കാളിയെ കുറിച്ച് ഒത്തിരിയേറെ സ്വപ്നങ്ങൾ കണ്ട് നടന്ന യേശുപിതാവിന് ഇങ്ങനെയുള്ള വാർത്ത കേട്ടപ്പോൾ സങ്കടപ്പെട്ടു. അവൻ നീതിമാനായിരുന്നു. രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി. പരസ്യമായിട്ട് അവളെ അപമാനിക്കാനായിട്ട് യേശുപിതാവ് തുനിഞ്ഞില്ല. അതുകൊണ്ടാണ് വചനം അദ്ദേഹത്തെ കുറിച്ച് ചേർത്ത് വെച്ചത് നീതിമാൻ എന്ന് എഴുതി ചേർത്തത്. ഇവിടെയും ദൈവദൂതൻ പറയുമ്പോൾ ഒരാജ്ഞ പോലെ കൊടുക്കുകയാണ്, ഒരു കൽപ്പന പോലെ കൊടുക്കുകയാണ്. മറിയത്തെ സ്വീകരിക്കുന്ന നീ ശങ്കിക്കണ്ട, നീ അവന് ഈശോ എന്ന് പേരിടണം. അവളെ സ്വീകരിക്കാമോ, അവന് പേരിടാമോ, ഈശോ എന്ന് പേരിടാമോ എന്നും ദൈവദൂതൻ പറയുന്നില്ല. ഒരു കൽപ്പന കൊടുക്കുകയാണ്, ആജ്ഞ കൊടുക്കുകയാണ്, ഇതനുസരിക്കണം. ആ കൽപ്പനയ്ക്ക് മുമ്പിലും യോസേപ്പിതാവ് ആമേൻ പറഞ്ഞു. എല്ലാ കുടുംബങ്ങളും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികളെയും സഹനങ്ങളെയും നേരിടാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ ചില നിരാശകൾ, സങ്കടങ്ങൾ വരുമ്പോൾ അയ്യോ ഞാൻ തകർന്നു പോയി, ഇനി എനിക്ക് രക്ഷയില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ മാറും. പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ, സഹനങ്ങളുടെ മുമ്പിൽ നമ്മൾ നട്ടെല്ലാം ഉയർത്തി നിൽക്കണമെങ്കിൽ ദൈവാശ്രയബോധവും ദൈവവിശ്വാസവും കുടുംബത്തിൽ ഉണ്ടാകണം. അതിന് നമ്മൾ തിരുക്കുടുംബത്തെ ഒന്ന് ധ്യാനിക്കണം. തിരുക്കുടുംബത്തെ ധ്യാനിച്ചാൽ നമ്മൾ ദൈവാശ്രയ ബോധ്യത്തിൽ നമ്മൾ നിൽക്കും. ദൈവ സാന്നിധ്യ സ്മരണയിൽ നമ്മൾ ആയിരിക്കും. അപ്പോഴാണ് ഈശോ നമ്മുടെ കുടുംബത്തിൽ വന്ന് പിറക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഈ പാതിരാ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ പരസ്പരം തമ്മിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിൽ, അസ്വസ്ഥതകളുണ്ടെങ്കിൽ എല്ലാം തീർക്കണം. ഈ ഒരു സമയത്ത് എല്ലാം തീർത്ത് നിങ്ങൾ ഒരു മനസ്സോടെ ഒരുമയോടെ പോയി ബലിയർപ്പിക്കണം. അപ്പോൾ ദൈവം സന്തോഷിക്കുകയാണ്, സ്വർഗം സന്തോഷിക്കുകയാണ്, നിന്റെ കുടുംബം സന്തോഷിക്കുകയാണ്. അപ്പോൾ സന്തോഷത്തോടെ നാളെ ക്രിസ്തുമസിന്റെ ദിവസം സന്തോഷത്തോടെ ഭവനത്തിലായിരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താണ്, ഒരാൾ മിണ്ടാതിരിക്കുന്നു, മറ്റേയാൾ മിണ്ടാതിരിക്കുന്നു, ഒരു നിശബ്ദതയുടെ ഒരു ഭവനമായി നമ്മുടെ ഭവനം മാറുകയാണ്. അവിടെ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല, സ്വർഗം സന്തോഷിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം സന്തോഷത്തിൽ നമുക്ക് പോകാം, പരസ്പരം രമ്യതപ്പെടാം. ഈ ഒരു സായാഹ്നത്തിൽ ഒരു 12 മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു എല്ലാ പള്ളികളും തിരുക്രമങ്ങൾ. ആ 12 മണിക്ക് മുമ്പ് എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ രമ്യതയോടെ ചേർന്ന് നിന്നേ. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, നിന്നോട് ചെയ്ത തെറ്റിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു.
എന്ന് പറയാനുള്ളൊരു മനോഭാവം ഉണ്ടാകട്ടെ. അത് ഈശോ സംസാരിക്കുന്നതാണ്. അതാരും ഒരു താന്നു കൊടുക്കുന്ന അങ്ങനെയൊന്നുമല്ല. ഇത് ഈശോ നിന്നോട് സംസാരിക്കുന്നതാണ്. നമ്മുടെ ഈ തലക്കനവും അഹങ്കാര ചിന്തകളും എല്ലാം ഒന്ന് മാറ്റ്. ഒരു സന്തോഷത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു ക്രിസ്മസ് ഒന്ന് ആഘോഷിച്ചേ. സന്തോഷം അതിര് കിടക്കരുത്. ഒരിക്കൽ കൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ കുടുംബം ഒരിക്കലും ദുഃഖവള്ളി അനുഭവത്തിലൂടെ, ദുഃഖിക്കുന്ന ഒരു അനുഭവത്തിലൂടെ, സങ്കടത്തിലൂടെ ഒരു കുടുംബവും കടന്നു പോകാൻ പാടില്ല. നാളത്തെ ക്രിസ്മസ് ദിവസം നിന്റെ മക്കളും ജീവിതമങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ സാന്നിധ്യം. ഈ ക്രിസ്മസിന് എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളോടൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. എൻ്റെ ജീവിത പങ്കാളി എന്നോട് ചേർന്ന് ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ, ഈ നല്ല ദിവസത്തിൽ ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ, ഒന്നിച്ചൊന്ന് പള്ളിയിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവിടെ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുദിനമായി മാറട്ടെ. ഈ പാതിരാ കുർബാനയിൽ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകൾക്കും ഈശോ അവിടുന്ന് ഉണ്ണീശോ ഉത്തരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോ കരങ്ങൾ ഉയർത്തി എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി പിടിക്കാൻ നമുക്ക് ഈ സമയം നമ്മുടെ കുടുംബങ്ങളെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുക്കുടുംബം പോലെ, ഈശോ പിറന്ന തിരുക്കുടുംബം പോലെ, മാതാവും യേശുപിതാവും അടങ്ങിയ തിരുക്കുടുംബം പോലെ എല്ലാ ഭവനങ്ങളും വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ സംരക്ഷണവും കൃപയും എല്ലാ കുടുംബങ്ങളും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെല്ലാം സന്തോഷത്തോടെ ഉണർവോടെ ഈ സമയത്തെ കരങ്ങളടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശ്രാഫ്യന്മാർ ഒന്നായി സ്വർഗത്തിൽ ഈശോയെ പാടി നമിക്കുമ്പോൾ, നീയും കുടുംബവും ആ ദിവ്യഗീതികളാൽ ഈശോയെ പാടി നമിച്ചിടുവിൻ. ക്രൂവേന്മാർ ശ്രാഫ്യന്മാർ ഒന്നായി സ്വർഗത്തിൽ ദൈവത്തെ പാടി നമിക്കുമ്പോൾ, നീയും കുടുംബവും ആ ദിവ്യഗീതികളാൽ ഈശോയെ പാടി നമിച്ചിടുവിൻ. ഈശോയെ പാടി നമിച്ചിടുവിൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, കാരുണ്യവാനായ കർത്താവേ, ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് കരങ്ങൾ ഉയർത്തി സുഖപ്പെടുത്തണമേ. തളർന്നിരിക്കുന്ന എല്ലാ മനസ്സുകളെയും ഈ സമയം അങ്ങ് സുഖപ്പെടുത്തണമേ. വിശ്വാസത്തോടെ എളിമയോടെ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത്, പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്നതിനെ ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. കർത്താവേ, ഈ സമയം ഞങ്ങൾ ഇനി സമർപ്പിക്കാൻ പോകുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗത്തെയും ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ്. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇടമുറിയാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയില്ലേ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ലല്ലോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ലേ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സഹോദരനെ നീ കൂട്ടണം, നിന്റെ സഹോദരനെ കൂടി നീ ഓർത്ത് നീ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടാം, നമുക്ക് പാടാം. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. രോഗമെല്ലാം
യേശുവിൻ രക്തം യേശുവിൻ രക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ രക്തം യേശുവിൻ രക്തം ഞങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, എല്ലാ രോഗികൾക്കു വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. വിവിധങ്ങളായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒത്തിരി നാളായിട്ട് ആശുപത്രികളിലും ഒക്കെ കയറിയിറങ്ങി ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു. പക്ഷേ ഈ രോഗത്തിനൊരു അവസാനമില്ല. ഈ രോഗത്തിന് അവസാനമില്ല. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ തമ്പുരാനെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ എൻ്റെ ഈശോയെ, കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയ ഈശോയെ, ഇവരെല്ലാം ഒത്തിരിയേറെ നാളുകളായിട്ട് പല വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ട് അപേക്ഷിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത മക്കളാണല്ലോ. അവരെ സൗഖ്യമാക്കിയത് അങ്ങയുടെ കരങ്ങളാണല്ലോ. ഈശോയെ, ആ ശക്തമായ കരത്തിന് കീഴെ ഞങ്ങൾ താഴ്മയോടെ ഈ സമയത്ത് നിൽക്കുന്നുണ്ട്. എല്ലാ രോഗികളെയും അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ പോലുള്ള മാരകമായ അസുഖത്തിന് അടിമപ്പെട്ടവരുണ്ട്. ഒരുപക്ഷെ ജീവിതമൊക്കെ തീർന്നു, ഇനി അവസാന നാളുകളാണ് എന്ന് ചിന്തിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. വൈദ്യസഹായം എല്ലാം കൈവിട്ടു. ഇനി ആശ്രയിക്കുന്നത് എൻ്റെ ഈശോയുടെ അടുത്താണ്. ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ഭേദമാകാൻ, അതിൻ്റെ എല്ലാ പീഡകളും മാറാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. എന്തു വേദനയാണ്! രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്നിരിക്കാനോ നിൽക്കാനോ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന മക്കളുണ്ട്. എല്ലാവരും സഹതാപത്തോടെ കാണുകയാണ്. വരുന്നവരെല്ലാം സഹതാപത്തോടെ കാണുന്നു. കർത്താവേ, ഈ ഒരു അസുഖത്തിനൊരു ശമനം ഉണ്ടാകണേ. എല്ലാ ക്യാൻസർ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഭവനങ്ങളിലോ നിങ്ങളുടെ കൂട്ടായ്മയിലോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ മാരകമായ അസുഖത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന മക്കള്, ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ ഒത്തിരിയേറെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ രോഗം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വയറിനൊക്കെ ഒരുപാട് അസ്വസ്ഥത അനുഭവിക്കുന്ന ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എല്ലാ രോഗപീഠകളെ സമർപ്പിക്കുന്നു. അതുപോലെ നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് മരുന്നുകൾ. ഒരുപക്ഷെ ഭക്ഷണത്തെ കഴിഞ്ഞ് കൂടുതലായിട്ട് മരുന്ന് കഴിക്കുന്ന ചില വ്യക്തികളുണ്ട്. ചില സഹോദരങ്ങൾ നമുക്കറിയാം. BP, ഷുഗർ, കൊളസ്ട്രോൾ, ശരീര സംബന്ധമായ അസ്വസ്ഥതകൾ, മൈഗ്രെയിൻ, നടുവേദന, നട്ടലുവേദന, മുട്ടുവേദന, വേരിക്കോസ്, അങ്ങനെയുള്ള ഒത്തിരിയേറെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന മക്കളുണ്ട്. ഒരുപാട് വേദന എൻ്റെ ഈശോയെ, ഒരുപാട് വേദനയാണ്. ഇത് മാറ്റണം ഈശോയെ. രോഗത്തിന് സൗഖ്യം നൽകണം ഈശോയെ. ആശുപത്രികളും ഭവനങ്ങളുമായിട്ട് വിശ്രമിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് വെന്റിലേറ്ററിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ ഈ സമയത്ത് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. ICUയിൽ, വാർഡിൽ എല്ലാം കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി വാസത്തിന് ശേഷം ഭവനങ്ങളിൽ വിശ്രമത്തിനായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ രോഗികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. യാക്കോബ് ലേഖനം 5:15 വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. കർത്താവെ, അങ്ങ് സൗഖ്യം നൽകണമേ. അങ്ങ് തെരഞ്ഞെടുത്ത മക്കൾക്ക് അങ്ങ് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂട്ടായ്മയിൽ ഒന്ന് ചേർന്ന് എല്ലാ രോഗികൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വരമേകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വരമേകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ
കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുടുംബത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനാദിയിലേ തെരഞ്ഞെടുത്ത എൻ്റെ കുടുംബം, എൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. മനുഷ്യനേകനായിരിക്കുന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. വിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥ സാക്ഷിയാക്കി സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എപ്പോഴും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഉറപ്പ്, ഒരു പ്രതിജ്ഞ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും വിവാഹത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ നാളുകളായിട്ട് ജീവിത പങ്കാളിയുടെ പീഡകൾ അനുഭവിച്ച് ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കള്, അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഒരു ധൈര്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ അകാരണമായിട്ട് ദ്രോഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടരുത്. ദൈവം വസിക്കുന്ന നിന്റെ ഭവനം, നീ അറിയാതെ ദൈവത്തിന്റെ സാന്നിധ്യവും സകല വിശുദ്ധരുടെ സാന്നിധ്യം അവിടെയുണ്ട്. നിന്റെ കുടുംബം സ്വർഗമാണ്. ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തികളും നീ ചെയ്യാൻ പാടില്ല. കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിണക്കങ്ങളുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ, അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ ചേർന്ന് നിർത്തണം. നാങ്കട്ടേനും കരിയിലേനും കാര്യം പറഞ്ഞതുപോലെ പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കാൻ, ചേർന്ന് നിൽക്കാൻ എല്ലാ കുടുംബങ്ങളെയും ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ യേശുപിതാവിൻ്റെയും സാന്നിധ്യം എല്ലാ കുടുംബങ്ങളും ഈ സമയം അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ എല്ലാ കുടുംബവും വളർന്നു വരട്ടെ. ഒരുപക്ഷെ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിയെ നോക്കി ഞാൻ ഇരിപ്പുണ്ടാകും. അതൊരു സ്നേഹത്തിൻ്റെ തലമാണ്. എൻ്റെ ജീവിത പങ്കാളിന് ഒരു സ്നേഹം കിട്ടാനായിട്ട് ആഗ്രഹിച്ചാണ് ആ വ്യക്തി നോക്കുന്നത്. ഒരുപക്ഷെ കുറ്റപ്പെടുത്തിയ സമയമുണ്ടാകാം. ഈ അച്ഛൻ പറയുന്നത് കേട്ടെ എന്നൊക്കെ പറയുന്ന ചിലപ്പോൾ ജീവിത പങ്കാളി ഉണ്ടാകാം. ഇതച്ഛൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ സ്വരമാണ്. ദൈവം എന്നെ ഉപകരണമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നീ ചേർന്ന് നിൽക്കണം, നീ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കണം, ഐക്യത്തിലുണ്ടാകണം. എങ്കിൽ മാത്രമേ നിന്റെ മക്കൾ സന്തോഷിക്കുകയുള്ളൂ. നിന്റെ മക്കളുടെ മുഖത്തേക്ക് നോക്കിയേ, ഇത്ര സങ്കടപ്പെട്ടവരിയ്ക്കുന്നത്. ആ സങ്കടത്തിന് കാരണം നീയാണ്. അത് തീരാൻ ഒറ്റ വാക്കേ ഒറ്റ പ്രവൃത്തിയുള്ളൂ, സ്നേഹം. അത് പറച്ചിലും പ്രവൃത്തിയിലും മാത്രമേ അവർ സന്തോഷിക്കത്തുള്ളൂ. ആ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് മധ്യാദേശ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 15:12, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പോഴാണ് ദൈവസ്നേഹം നിന്റെ കുടുംബത്തിനുണ്ടാകുന്നത്. തണുത്തുറഞ്ഞു പോകരുത് നിന്റെ കുടുംബജീവിതം. സന്തോഷത്തോടെ ആയിരിക്കേണ്ടതാണ് നിന്റെ ജീവിതം. തളർന്നു പോകരുത് നിന്റെ കുടുംബം. ഉണർന്നെഴുന്നേൽക്കേണ്ടതാണ് നിന്റെ ജീവിതം. മറ്റു കുടുംബങ്ങളെ നോക്കി നീ അനുകരിക്കരുത്. ഒരുപക്ഷെ നിന്നെ കഴിഞ്ഞും ഉയർന്ന സ്ഥാനങ്ങളോ പഠനമോ വിദ്യാഭ്യാസമോ ഉള്ള വ്യക്തിയായിരിക്കാം നിന്റെ ജീവിത പങ്കാളി. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് നീ ആ ജീവിത പങ്കാളിയെ സ്വീകരിച്ചത്. അപ്പോൾ അതൊരു ഒരുമയുടെ തലമാണ്. ആരെങ്കിലും അപ്രകാരം ഞാൻ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ്, ആ വ്യക്തിയെ കഴിഞ്ഞും പഠിപ്പിന് കൂടുതലുണ്ട്, വിദ്യാഭ്യാസം കൂടുതലുണ്ട്, സൗന്ദര്യം കൂടുതലുണ്ട് എന്നെല്ലാം പറഞ്ഞ് നിന്റെ ജീവിത പങ്കാളി നീ താഴ്ത്തി കിട്ടുന്നുണ്ടെങ്കിൽ ഈ ദിവസം നീ അവസാനിപ്പിക്കണം. അതെല്ലാം അവസാനിപ്പിക്കണം. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉയർന്ന വ്യക്തിയെന്നോ വിദ്യാഭ്യാസം കൂടുതലുള്ള വ്യക്തിയെന്നോ സമ്പത്ത് കൂടുതൽ ഉള്ള വ്യക്തിയെന്നോ സൗന്ദര്യം കൂടുതലുള്ള വ്യക്തിയെന്നോ ഒന്നുമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ദൈവം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് ഒന്നായി ഓരോ കുടുംബവും ജീവിക്കണം. കുടുംബത്തിൽ സന്തോഷം നിറയണം. ഈ ക്രിസ്മസ് രാത്രിയിൽ നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ ജീവിത പങ്കാളി ചേർത്ത് നിർത്തി നിനക്ക് പോകാൻ പറ്റണം.
അപ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്, ദൈവം സന്തോഷിക്കുന്നത്. നിന്റെ പ്രാർത്ഥനകൾ നിശബ്ദമാകുന്നത് നീ സ്നേഹത്തിൽ പോകാത്തത് കൊണ്ടാണ്, സന്തോഷത്തിൽ പോകാത്തത് കൊണ്ടാണ്. നിന്റെ എല്ലാ തലക്കനങ്ങളും അഹങ്കാരങ്ങളും വിദ്യാഭ്യാസവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരുമയോടെ നിന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാനായിട്ട് ഈ ദിവസം നീ ആരംഭിക്കണം. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിശുദ്ധി പ്രാപിക്കട്ടെ, മക്കൾ വിശുദ്ധി പ്രാപിക്കട്ടെ, മക്കൾ സ്നേഹത്തിൽ വളരട്ടെ. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പൂരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂട്ടം നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പൂരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂട്ടം നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസം നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിത പങ്കാളി നന്നായിട്ട് മദ്യപിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ ഈ ദിവസങ്ങൾ മുഴുവൻ എൻ്റെ ജീവിത പങ്കാളി കുടിക്കാതെ മറ്റു ദുശീലങ്ങൾക്ക് പോകാതെ ഒത്തിരിയേറെ സ്നേഹത്തിലും സന്തോഷത്തിലും പോയതാണ്. ആശങ്കയുണ്ട് എനിക്ക്. ഈ ദിവസം ക്രിസ്തുമസാണ്. എൻ്റെ ജീവിത പങ്കാളി മദ്യപിക്കുമോ, വീണ്ടും പഴയപടി തന്നെ പോവോ എന്ന് ആശങ്കപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. കർത്താവേ, ആ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിത പങ്കാളിയിൽ ഒരു പരിവർത്തനം ഉണ്ടാകണം. എന്താണോ ഈ വ്യക്തി ഈ ദിവസങ്ങളിൽ ഉപേക്ഷിച്ചത്, ആ ഉപേക്ഷിക്കലിനെ വീണ്ടും ഒന്ന് തുടരാനായിട്ട്. മദ്യപാനത്തിൻ്റെ മേഖല ഉപേക്ഷിച്ചെങ്കിൽ നീ അത് മനസ്സിലാക്കണം. മദ്യപിക്കുന്ന വ്യക്തി മനസ്സിലാക്കണം, ഇത്രയും നാളും നിന്റെ ജീവിത പങ്കാളിയും മക്കളും ഒരുപാട് സന്തോഷത്തിലാണ് വളർന്നു വന്നത്, ഇത്ര സ്നേഹത്തോടെയാണ് നിന്നെ നോക്കിയത്. അപ്പൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് നീ ദിവസങ്ങൾ വന്നു. നിന്റെ മക്കൾ ഒരുപക്ഷെ ഇത്രയും നാൾ നീ മദ്യപിച്ച് വരുമ്പോൾ പേടിച്ച് മാറി ഇരുന്നിട്ടുണ്ടാകാം. പേടിച്ച് മാറിയാണ് ഇത്രയും ദിവസം ഇരുന്നത്. പക്ഷേ ഈ ദിവസങ്ങൾ നിന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പാ എന്ന് പറഞ്ഞ് നിന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് നിന്റെ മക്കള്. അത് നിന്നിലുള്ള ദൈവത്തെ കണ്ടുകൊണ്ടാണ്, നിന്റെ സ്നേഹം കണ്ടുകൊണ്ടാണ്. ആ ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ആ സ്നേഹം നിന്നെ നിറയുകയാണ്. എപ്പോഴാണോ ഈ ദുശീലങ്ങളുടെ പിശാച് നിന്റെ ഉള്ളിൽ കയറുന്നത്, അപ്പോൾ നിന്റെ മക്കളും ജീവിത പങ്കാളിയും മാറി നിൽക്കുകയാണ്. വേണ്ട കർത്താവേ, ആശങ്കപ്പെട്ടിരിക്കുന്ന മക്കൾക്കൊരു ആശ്വാസം ഈ നിമിഷം നൽകണമേ. അങ്ങനെ ആരെങ്കിലുമൊക്കെ മദ്യപിച്ച് തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാരെയൊക്കെ വിളിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നീ ഉപേക്ഷിക്കണം. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ഉപേക്ഷിക്കണം. ഈ ഭൂമിയിൽ നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ കുടുംബമാണ്. അസ്വന്തമായതിനെ നീ സ്നേഹിക്കണം, സ്വീകരിക്കണം, അവരോട് കൂടെ നീ ആയിരിക്കണം. മറ്റു വ്യക്തികളുടെ കൂടെ നീ മദ്യപിക്കാനും ദുശീലങ്ങൾക്കൊക്കെ ആയി പോകുമ്പോൾ ഇവിടെ നിന്റെ കുടുംബം സങ്കടപ്പെടുകയാണ്. അവർക്കൊരു സന്തോഷമില്ല. എങ്ങനെയാണ് ഒരു ക്രിസ്തുമസ് നീ ഇല്ലാതെ അവർക്ക് ആഘോഷിക്കാനായിട്ട് പറ്റുന്നത്? അതുകൊണ്ട് നീ മദ്യപാനത്തിന്റെ ശീലങ്ങളുടെ മേഖല മാറണം. എല്ലാ മക്കളിൽ നിന്നും ആ തീരുമാനത്തെ എടുത്തു കളയണം. ഇനിയുള്ള ജീവിതം മുഴുവൻ കുടുംബത്തിന് വേണ്ടി നീ മാറ്റിവെക്കണം. കർത്താവേ, എല്ലാ ആശങ്കകളെയും, അങ്ങനെ മദ്യപിക്കാനായിട്ട് ദുശീലങ്ങൾക്കൊക്കെ പോയി തീരുമാനമെടുത്തിരിക്കുന്ന കൂട്ടുകാരെയൊക്കെ വിളിച്ച്
ഇന്ന സ്ഥലത്ത് കൂടാം, ഇന്ന സമയത്ത് കൂടാം എന്നെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും ആ തീരുമാനം കർത്താവ് എടുത്തു മാറ്റട്ടെ. നീ ആഘോഷിക്കേണ്ടത്, നീ എല്ലാം ആയിരിക്കേണ്ടത്, നീ ആയിരിക്കേണ്ട ഇടം നിന്റെ കുടുംബമാണ്. ആഘോഷങ്ങളിൽ നീ പങ്കെടുക്കുന്നത് നിന്റെ കുടുംബത്തോട് ചേർന്നാണ്. സന്തോഷത്തോടെ സ്നേഹത്തോടെ നീ ആയിരിക്കേണ്ടത് നിന്റെ കുടുംബത്തോടാണ്. എല്ലാ തീരുമാനങ്ങളും കർത്താവ് എടുത്തു മാറ്റേണ്ടത് പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങളുടെ, മദ്യപാനത്തിന്റെ എല്ലാ തീരുമാനങ്ങളും കർത്താവ് എടുത്തു മാറ്റേണ്ടത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. മറ്റൊരുവരും രക്ഷയതില്ല യേശുവിനല്ലാതെ, അവനേക മധ്യസ്ഥൻ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളെ ഏതാനും പ്രാർത്ഥനകളെ നമ്മൾ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ബിബി ജോയ് നിയമവിരുദ്ധ ബന്ധങ്ങളിൽ നിന്നും, കുരുക്കുകളിൽ നിന്നും, ദുരാത്മാക്കളുടെ ബന്ധനങ്ങളിൽ നിന്നും, ഡിപ്രഷനിൽ നിന്നും വിടുതൽ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം മറ്റു നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജിമ്മി രക്തത്തിലെ ക്രിയാറ്റിൻ നോർമലാവാൻ പ്രാർത്ഥിക്കുന്നു. ലിൻസി ജോൺ, ഹണി, ഇമാനുവൽ, സാദിയ എന്നിവർ വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബിന്ദു നിർമ്മലയുടെ കുടുംബജീവിതം തിരികെ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ലൈസമ്മ ജോസഫ്, രവികുമാറിന്റെ ജോലി തടസ്സങ്ങൾ മാറാൻ, സാമ്പത്തിക മേഖലയിൽ ഉള്ള തടസ്സങ്ങൾ മാറാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്രീഷ്മ ജോൺ, സന്ധ്യയുടെയും പ്രതീഷിന്റെയും കുടുംബജീവിതത്തിലേക്കുള്ള പ്രശ്നങ്ങൾ നീങ്ങി വീണ്ടും തുടർന്നു പോകാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഷെറി, വീട് പണി വേഗത്തിൽ നടക്കുവാനുള്ള സാമ്പത്തികം ക്രമീകരിക്കപ്പെടാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്യാം തൻ്റെ എല്ലാ ബന്ധുക്കൾക്കു വേണ്ടിയും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൽസി ജോസഫ്, എലിസബത്തും ഫെബിനും പരിശുദ്ധാത്മാവ് നിറയാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തോമസ് കുട്ടി ജോലി ലഭിക്കാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലീന ജോയ് ഭർത്താവിന് മദർഹോമിൽ വന്ന് ധ്യാനം കൂടുവാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മിനി ഷിബു കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തോമസ് ജോൺ ഭാര്യയുമായി വീണ്ടും ഒന്നായി കഴിയാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലൈസമ്മ ആരോഗ്യ പ്രശ്നങ്ങൾ മാറാൻ, ഷുഗർ നോർമൽ ആവാൻ, അലസത വിട്ടുമാറാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൽസി ജോസഫ് ഏഞ്ചലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബിന്ദു ഷാജിയുടെ ഡിസ്ക് വേദന മാറാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലൈസമ്മ കുടുംബ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. ശ്യാം പരിശുദ്ധാത്മാവ് തൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും വന്നു നിറയാൻ പ്രാർത്ഥിക്കുന്നു. എൽസി ജോസഫ് തങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജിമ്മി ജോൺ തനിക്ക് നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഇവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, നമ്മൾ ഈ ദിവസം സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. ശാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം ഞങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഒത്തിരി ദൈവാനുഗ്രഹത്തിലൂടെ നമ്മൾ കടന്നു പോകുകയായിരുന്നു. ഈ സമയത്ത് പ്രാർത്ഥനകൾ സമർപ്പിച്ചു. ഇവിടെ സമർപ്പിച്ച പ്രാർത്ഥനകൾക്ക് പുറമേയും നമ്മൾ ചില പ്രാർത്ഥനകൾ സമർപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ഈശോ നിന്റെ പ്രാർത്ഥന കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഒരു മനസ്സോടെ ദേവാലയത്തിൽ പോയി ഈശോയുടെ
ജനനത്തെ ദർശിക്കാൻ. ജ്ഞാനികൾ ഈശോയുടെ ജനനത്തെ കാണുന്നുണ്ട്. ഈശോയെ കണ്ടുമുട്ടി അവർ മറ്റൊരു വഴിയെ പോയി എന്ന് വചനം പറയുന്നുണ്ട്. നമ്മളും ഈശോയെ കണ്ടുമുട്ടി മറ്റൊരു വഴിയെ പോകാൻ, പാപത്തിൻ്റെ മേഖലയിൽ നിന്നും തിന്മയുടെ മേഖലയിൽ നിന്നും മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ. യെശയ്യായുടെ പുസ്തകത്തിന് 30:21 ഇതാണ് വഴി, ഇതിലേ പോവുക. ആ വഴി നീ പോകണമെങ്കിൽ വചനം നിന്നെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ 30:22 നിന്നുള്ള എല്ലാ വിഗ്രഹങ്ങളെയും നീ നിന്ദിക്കണം, മലിനമെന്ന് നീ പറയണം. ഈ രാത്രിയിൽ അപ്രകാരം നിന്റെ പാപത്തിൻ്റെ മേഖലയെ, തിന്മയുടെ മേഖലയെ മലിനമെന്ന് പറയാൻ, ഇത് തിന്മയാണ്, ഇതെനിക്ക് ആവശ്യമില്ല എന്ന് പറയാൻ നിനക്ക് സാധിക്കട്ടെ. ഉണ്ണീശോ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ തീരുമാനത്തെ ഈ രാത്രിയിൽ ഉണ്ണീശോ കരങ്ങൾ ഉയർത്തി, തൻ്റെ കുഞ്ഞിളം കരങ്ങൾ ഉയർത്തി നിന്നെ ആശീർവദിച്ച് നിന്റെ തീരുമാനങ്ങളെ അനുഗ്രഹിക്കും. കർത്താവേ, അങ്ങയുടെ ആശീർവാദത്തിനായിട്ട് ഞാനിതാ ശിരസ് നമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാതിരാവിൽ മഞ്ഞേറ്റീറനായി പാരിന്റെ നാഥൻ പിറക്കുകയായി. പാതിരാവിൽ മഞ്ഞേറ്റീറനായി പാരിന്റെ നാഥൻ പിറക്കുകയായി. പാടിയാർക്കു വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. പാടിയാർക്കു വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം.